ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരിയുടെ പുതിയൊരു ഓൺലൈൻ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. നമ്മളറിയാം, മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഹോം ടാബ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോം ടാബിൽ ക്ലിപ്പ് ബോർഡ് പഠിച്ചു, ഫോണ്ട് പഠിച്ചു, പാരഗ്രാഫ് ഗ്രൂപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത് പഠിക്കേണ്ട ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്റ്റൈൽസ് ഗ്രൂപ്പാണ്. ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ സ്റ്റൈൽസ് എന്തെന്നുള്ളതാണ് പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിംഗ് എലമെൻസിനെയാണ് നമ്മൾ പൊതുവേ സ്റ്റൈൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിംഗ് എലമെൻറ്റ്സ്, അതായത് ഫോർമാറ്റിംഗ് എലമെൻസുകൾ, കുറേ ഫോർമാറ്റിംഗ് എലമെൻസുകൾ എടുത്തിട്ട് തയ്യാറാക്കുന്ന ഗ്രൂപ്പുകളാണ് എന്ന് പറയാം. ഗ്രൂപ്പുകളുടെ കൂട്ടമാണ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ സാധാരണ പഠിക്കുന്ന ഫോർമാറ്റുകൾ രണ്ടെണ്ണമാണ്. ഒന്ന് ടെക്സ്റ്റ് ഫോർമാറ്റും മറ്റൊന്ന് പാരഗ്രാഫ് ഫോർമാറ്റുമാണ് സാധാരണ ഈ ഹോം ടാബിൽ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ടെക്സ്റ്റ് ഫോർമാറ്റ് എന്ന് ഇപ്പോൾ ഇവിടുത്തെ സ്റ്റൈൽസും അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റ് ഫോർമാറ്റ് അതുപോലെ പാരഗ്രാഫ് ഫോർമാറ്റിൻ്റെ ഗ്രൂപ്പാണ് ഇവിടുത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ ഇവിടെ നിന്നൊരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യണം, നോക്കിയോ. ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കണേ. ഈ പാരഗ്രാഫിൽ ഓൺ ദ ഇൻസേർട്ട് ടാബ്. അപ്പോൾ ഈ ഓൺ എന്താണ്? ഓൺ ഒരു എലമെൻ്റ് ആണ്. ഓ എൻ എന്ന് പറയുന്ന ഓൺ എന്നൊരു വേർഡാണ്. ദ എന്ന് പറയുന്ന വേർഡാണ്. അപ്പോൾ ഈ ഓയ്ക്ക് അല്ലെങ്കിൽ എന്നിന് കൊടുക്കുന്ന ഫോർമാറ്റാണ് ടെക്സ്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടർ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓ എന്നിന് ഒരുമിച്ച് കൊടുത്താലും അത് ക്യാരക്ടർ ഫോർമാറ്റാണ്. എന്നാൽ ഈ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് വേർഡുകളുള്ള ഈ പാരഗ്രാഫിന് ഒരുമിച്ച് കൊടുക്കുന്ന ഫോർമാറ്റാണ് പാരഗ്രാഫ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഒരു ക്യാരക്ടറിനോ വേർഡിനോ കൊടുക്കുന്ന ഫോർമാറ്റ് ക്യാരക്ടർ ഫോർമാറ്റാണ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫോർമാറ്റാണ്. എന്നാൽ ഈ കംപ്ലീറ്റ് ഈ എൻറ്റയർ പാരഗ്രാഫിന് അപ്ലൈ ആവുന്ന രീതിയിൽ കൊടുക്കുന്ന ഫോർമാറ്റുകളെല്ലാം പാരഗ്രാഫ് ഫോർമാറ്റാണ്. അപ്പോൾ ഇവ നമുക്കറിയാം, നമ്മൾ ഇൻഡിവിജ്വലി നമ്മളിവ കൊടുക്കാറുണ്ട്. ഇപ്പം നിലവിലത്തെ കണ്ടീഷൻ അനുസരിച്ച് ഇവിടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡിഫോൾട്ട് ഫോർമാറ്റാണ് ഇവിടെ ഉള്ളത്. എന്നാലും ഒരു ഫോർമാറ്റ് ഇല്ലാതിരിക്കില്ല. നോ ഫോർമാറ്റ് അല്ല, ഡിഫോൾട്ട് ഫോർമാറ്റ് എന്നാണ് അതിന് പറയുക. അതായത് ഇപ്പോൾ ഈ ഓൺ ദ ഇൻസേർട്ട് ടാബ് എന്ന് എഴുതിയിരിക്കുന്ന ഒ എൻ എന്ന് പറയുന്ന ആ ടെക്സ്റ്റ്, അല്ലെങ്കിൽ ഈ പാരഗ്രാഫിന് കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ക്യാരക്ടർ ഫോർമാറ്റുകൾ ചോദിച്ചാൽ ഇവിടെ ഒരു ഫോണ്ട് ഉണ്ടല്ലോ, അതൊരു ഫോർമാറ്റ് അല്ലേ? ഫോണ്ട് ഒരു ഫോർമാറ്റാണ്. അപ്പോൾ ഫോണ്ട് ഉണ്ട്, അതിന് കാലിബറി ബോഡി എന്നുള്ള ഒരു ഫോണ്ട് ഉണ്ട്, അതിനൊരു സൈസ് ഉണ്ട്. 11 എന്നുള്ള ഫോണ്ട് സൈസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ റെഗുലറാണ്. ഇതിന് കളറുണ്ട്, എന്താണ്? ഓട്ടോമാറ്റിക് കളറുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നിലവിലൊരു ഡിഫോൾട്ട് ഫോർമാറ്റ് ഉണ്ട്. അതുപോലെ ഡിഫോൾട്ട് പാരഗ്രാഫ് ഫോർമാറ്റും ഉണ്ട്. അറിയാലോ, അലൈൻമെൻറ്റ് ലെഫ്റ്റ് ആണ്. ഇൻഡൻറ്റ് എത്രയെന്ന് അറിയാം. ഇൻഡൻറ്റ് 0 ആണ്. ഇൻഡൻറ്റ് ഇല്ല എങ്കിലും പാരഗ്രാഫ് സ്പേസിങ്, ലൈൻ സ്പേസിംഗ് ഒക്കെ ഉണ്ട്. ലൈൻ സ്പേസിങ് 1.15 ആണ്. പാരഗ്രാഫ് സ്പേസിങ് ആഫ്റ്റർ 10 പോയിൻ്റ് ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഡിഫോൾട്ടായിട്ട് ഇവിടെ എന്തുണ്ട്? ഒരു ഫോർമാറ്റ് ഉണ്ട്. അതല്ലാതെ നമുക്ക് മറ്റ് ഫോർമാറ്റുകൾ കൊടുക്കാനും പറ്റും. ഇപ്പം എനിക്കിതിനെ ബോൾഡ് ആക്കാൻ പറ്റും. കണ്ടില്ലേ, ഈ ടെക്സ്റ്റിനെ എന്താക്കി? ബോൾഡാക്കി. ഇപ്പോൾ ഇത് ബോൾഡായി. ഇപ്പോൾ അത് വേറൊരു ഫോർമാറ്റിലേക്ക് മാറി. ഇതേപോലെ ഈ ഫോർമാറ്റുകൾ ചേർത്തുകൊണ്ട്, ഇതിലുള്ള കുറേ കാര്യങ്ങൾ ഫോർമാറ്റുകൾ എടുത്തുകൊണ്ട് ഇവിടെ കുറേ ഫോർമാറ്റിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്കുക നിങ്ങൾ നോക്കിയ സ്റ്റൈൽസിൽ ഫസ്റ്റ് കിടക്കുന്ന എന്താ? നോർമൽ ഒരു സ്റ്റൈലാണ്, നോ സ്പേസിങ് ഒരു സ്റ്റൈലാണ്, ഹെഡിങ് 1 ഒരു സ്റ്റൈലാണ്, ഹെഡിങ് 2 ഒരു സ്റ്റൈലാണ്, ടൈറ്റിൽ ഒരു സ്റ്റൈലാണ്, സബ് ടൈറ്റിൽ ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഈ നോർമലിൽ കുറേ ഫോർമാറ്റ് ഉണ്ട്. അതായത് നോർമലിൽ ഈ പാരഗ്രാഫിനും ടെക്സ്റ്റിനും കൊടുക്കാൻ കഴിയുന്ന കുറേ ഫോർമാറ്റ് ഉണ്ട്. നോ സ്പേസിങ്ങിലും ഫോർമാറ്റ് ഉണ്ട്. നോ സ്പേസിങ്ങിലും കുറേ ഫോർമാറ്റുകളുണ്ട്. ഹെഡിങ് 1ലും കുറേ ഫോർമാറ്റ് ഉണ്ട്. ഒരു ഫിക്സഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോർമാറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ പാരഗ്രാഫിൽ ഹെഡിങ് 1 ആക്കിയെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയേ, പാരഗ്രാഫിൽ കുറേ ഫോർമാറ്റ് അപ്ലൈ ആയില്ലേ? ഈ പാരഗ്രാഫിന് ടൈറ്റിൽ അപ്ലൈ ചെയ്തു. ഈ പാരഗ്രാഫിൻ്റെ ഫോർമാറ്റ് മാറി. അതായത് ഈ ടെക്സ്റ്റ് ഫോർമാറ്റ് മാറി, പാരഗ്രാഫ് ഫോർമാറ്റ് ഇവിടെ എന്ത് ചെയ്തു? മാറി. അപ്പോൾ ഇത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, എന്താണ് സംഭവം, ഇതെന്താണ് എന്നുള്ളത് ചോദിച്ചാൽ, സ്റ്റൈൽ എന്താണെന്ന് ചോദിച്ചാൽ, ഫോർമാറ്റ് പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിംഗ് എലമെൻറ്റ്സ് ആണ് എന്ന് പറയുന്നത് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒരിക്കലും മറക്കല്ല്, പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിംഗ് എലമെൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റൈൽസ് എന്ന് വിളിക്കുന്നത്. മീൻസ് നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ള, നേരത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഫോർമാറ്റുകളുടെ കൂട്ടം. ക്ലിയർ? പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിംഗ് എലമെൻറ്റ്സ്, അല്ലെങ്കിൽ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കുറേ ഫോർമാറ്റുകളുടെ കൂട്ടമാണ് എന്ന് പറയുന്നത് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഹെഡിങ് 1 ഉള്ള സ്റ്റൈലുകൾ എന്ന് പറയുന്നത്, ചിലപ്പോൾ ഹെഡിങ് 1 എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഹെഡിങ് 1 നോക്കിയേ, ഹെഡിങ് 1 മോഡിഫൈ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കറിയാം, ഹെഡിങ് 1 ഇവിടെ നോക്ക്, ഇവിടുത്തെ ഫോണ്ട് കാലിബറി ലൈറ്റ് ഹെഡിങ് ആണ് ഇവിടുത്തെ ഫോണ്ട് സൈസ് 14 ആണ്. ഫോണ്ട് സ്റ്റൈൽ ബോൾഡാണ്.
കളർ ബ്ലൂ ആണ്, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഡിഫോൾട്ട് ഫോർമാറ്റിൽ നിന്ന് മറ്റൊരു ഫോർമാറ്റിലേക്ക് ഇവിടെ മാറി. അപ്പോൾ ഇതിൽ ഏതൊക്കെയോ കുറേ ഫോർമാറ്റുകൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഏതെന്ന് പറയുന്നത് ഹെഡിങ് 1. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ ടൈറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ടൈറ്റിൽ എന്താ ഉള്ളത്, കാലിബറി ലൈറ്റ് ഹെഡിങ് ആണ് ഇവിടുത്തെ. ഇത് 26 ഇവിടുത്തെ ഫോണ്ട് സൈസ്. കളറ് ഈ ഒരു കളറാണ്. ഈ ഒരു കളറിൻ്റെ പേര് നമുക്ക് വേണമെങ്കിൽ നോക്കാം, ഇവിടെ അറിയാൻ പറ്റും കളറിൻ്റെ പേര് എന്താണെന്നുള്ളത്. ഇവിടെ കൊടുക്കുമ്പോഴത്തേക്കും ബ്ലൂ ഷെയ്ഡിൻ്റെ ഒരു ബ്ലൂ ആണ്, ക്ലിയർലി. ഓക്കെ, ബ്ലൂ ഗ്രേ എന്ന് പറയുന്ന ഒരു കളറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ക്ലിയർലി. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരികയാണ്, ക്ലിയർലി. അതുപോലെ പാരഗ്രാഫ് സ്പേസിങ്ങിൽ മാറ്റമുണ്ട് എന്നൊക്കെയുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് സ്റ്റൈൽസ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റൈൽസ് കോമൺലി ടെക്സ്റ്റിന് മാത്രമല്ല ഉള്ളത്, കോമൺ ആയിട്ടുള്ള ഒരു പേരാണ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ മാത്രമല്ല സ്റ്റൈൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റൈൽസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്റ്റൈൽ എന്താണെന്ന് ഉള്ളതാണ്. അപ്പോൾ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം എപ്പോഴും, ഇവിടെ നിങ്ങൾ പഠിക്കുന്ന ഹോം ടാബിൽ പഠിക്കുന്ന സ്റ്റൈല് എന്ന് പറയുന്നത് അത് ടെക്സ്റ്റ് പാരഗ്രാഫ് സ്റ്റൈലുകളാണ്. എങ്കിലും ഇത് മാത്രമല്ല സ്റ്റൈലിൽ വരിക. സ്റ്റൈല് നമ്മളിവിടെ മാത്രമല്ല പഠിക്കേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റൈൽ ഒരു കോമൺ വാക്കാണ്, കോമൺ വേർഡാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്, ഫോർമാറ്റിംഗ് എലമെൻസുകൾ പ്രീ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫോർമാറ്റിംഗ് എലമെൻസുകളുടെ കൂട്ടമാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അത് എപ്പോഴും ഓർമ്മിച്ചിരിക്കുക, നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫോർമാറ്റിംഗ് എലമെൻസുകളുടെ കൂട്ടമാണ് സ്റ്റൈൽ. ഇവിടെ ടെക്സ്റ്റ് സ്റ്റൈലാണ് പഠിക്കുന്നത്, കാരണം ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫോർമാറ്റുകൾ ടെക്സ്റ്റുമായിട്ടും പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ഫോർമാറ്റുകളാണ്. അത് കൊണ്ടാണ് ഇവിടെ പഠിക്കുന്നത്. നമ്മൾ ഇവിടെ ഇൻസേർട്ട് എടുക്കുമ്പോഴത്തേക്കും നോക്ക്, ഇൻസേർട്ടിൽ നിങ്ങൾ ഇവിടെ നിന്നൊരു ഷേപ്പ് എടുത്ത് ഇങ്ങനെ വരയ്ക്കുകയാണ്, നോക്കിയോ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഷേപ്പ് സ്റ്റൈൽസ് ഉണ്ട്, കണ്ടോ, ഷേപ്പ് സ്റ്റൈൽസ്. അതായത് ഇവിടെ പ്രീ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഷേപ്പ് ഫോർമാറ്റുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഷേപ്പ് സ്റ്റൈലാണ്. ടേബിൾ എടുക്കുമ്പോൾ ടേബിൾ സ്റ്റൈൽസ് വരും. അപ്പോൾ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ഫാക്ടറാണ്, ഒരു കോമൺ വേർഡാണ്. സ്റ്റൈലിൻ്റെ അർത്ഥം ഇതാണ്, പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിംഗ് എലമെൻറ്റ്സ് ആണ് എന്ന് പറയുന്നത് സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മൾ ഹോം ടാബിൽ പഠിക്കുമ്പോൾ അത് ആരെക്കുറിച്ചാണ് പഠിക്കുന്നത്, ടെക്സ്റ്റ് സ്റ്റൈലുകളെ കുറിച്ചാണ് അവിടെ പഠിക്കുന്നത് എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ടെക്സ്റ്റ് സ്റ്റൈലിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കുറേ സ്റ്റൈലിൻ്റെ പേരുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. അതായത് ഇതൊക്കെ സ്റ്റൈൽ ടെംപ്ലേറ്റുകളാണ്. ഇപ്പോൾ നോർമൽ ഒരു സ്റ്റൈൽ ടെംപ്ലേറ്റ് ആണ്, നോ സ്പേസിങ് ഒരു സ്റ്റൈൽ ടെംപ്ലേറ്റ് ആണ്, ഹെഡിങ് ഒരു സ്റ്റൈൽ ടെംപ്ലേറ്റ് ആണ്, ഹെഡിങ് 2 ഒരു സ്റ്റൈൽ ടെംപ്ലേറ്റ് ആണ്, ടൈറ്റിൽ ഒരു സ്റ്റൈൽ ടെംപ്ലേറ്റ് ആണ്. അങ്ങനെ മൊത്തം എല്ലാം കൂടി ചേർത്ത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് 2007 4096 4079 എന്ന് പഠിക്കരുത്, അത് എവിടെയെങ്കിലും നിങ്ങൾ കാണും. അതല്ല, 4096 സ്റ്റൈലുകളാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് 2007 ഉള്ളതെന്ന് പഠിച്ചിരിക്കുക. മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് 2007 4096 സ്റ്റൈലുകളാണ് ഉള്ളത്. അതിൽ 9 ഹെഡിങ് സ്റ്റൈലാണെന്ന് പഠിക്കണം. 9 ഹെഡിങ് സ്റ്റൈൽ ഉൾപ്പെടെ 4096 സ്റ്റൈലുകളാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിലുള്ളത് എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ഇനി അവിടുത്തെ ഡിഫോൾട്ടായിട്ടുള്ള കാര്യമാണ് ഡിഫോൾട്ട് സ്റ്റൈൽ അല്ലെങ്കിൽ ഡിഫോൾട്ട് ടെക്സ്റ്റ് സ്റ്റൈൽ ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ നോർമലാണ്. ഡിഫോൾട്ട് സ്റ്റൈൽ ഇവിടെ എന്താണ്, നോർമലാണെന്ന് പഠിക്കുക, ക്ലിയർലി. കാരണം നമുക്കറിയാലോ, അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് സ്റ്റൈലാണ്. ടെക്സ്റ്റിൽ എന്ത് വരുന്നു, ഫോർമാറ്റ് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിലവിലൊരു ഫോർമാറ്റ് ടെക്സ്റ്റിലുണ്ട്, ക്ലിയർലി. അപ്പോൾ ഇത് നോർമൽ സ്റ്റൈലാണ്. ഈ നോർമൽ സ്റ്റൈലാണ് ഈ കാണുന്നത്. അതായത് ഇവിടുത്തെ ഡിഫോൾട്ട് കാര്യങ്ങളെല്ലാം അടങ്ങിയതാണ് നോർമൽ സ്റ്റൈൽ. ഞാൻ വേറൊരു സ്റ്റൈൽ കൊടുത്താൽ ആ സ്റ്റൈലിലേക്ക് മാറി എന്നുള്ളതാണ്, തിരിച്ച് നോർമലായി. അതായത് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാനിപ്പോൾ ഈ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്ത് ബോൾഡ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എൻ്റെ ചോദ്യമാണ്, ഈ പാരഗ്രാഫ് ഇപ്പോൾ നോർമൽ സ്റ്റൈലിലാണോ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ചോദിച്ചാൽ അല്ല, കാരണം നോർമൽ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത് ഡിഫോൾട്ട് സ്റ്റൈലാണ്. അപ്പോൾ കണ്ടോ, ഞാൻ നോർമലിലേക്ക് ഒന്നുകൂടി ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും ഡിഫോൾട്ടായിട്ട് മാറി. അവിടെ ബോൾഡ് പോയി. ബോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു സ്റ്റൈലായിരുന്നു, ഇതിലില്ലാത്ത ഏതൊരു സ്റ്റൈലായി എന്നുള്ളതാണ്. നമുക്ക് കസ്റ്റം സ്റ്റൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഓൺ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഇവിടെ നിന്ന് ഒരു സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ സെലക്ട് ചെയ്ത പാരഗ്രാഫിന് ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ അല്ലെങ്കിൽ എന്താണ് റെഡ് കളറൊക്കെ വരണം. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഒരു പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് ഇതിനകത്ത് ഇടാം. അപ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഞാൻ തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻറ്റിന് ഒരു സെയിം ഫോർമാറ്റ് ആയിരിക്കണം എപ്പോഴും. അപ്പോൾ ആ ഫോർമാറ്റുള്ള ഒരു സ്റ്റൈൽ എനിക്ക് എന്ത് ചെയ്ത് വെക്കാൻ പറ്റും, ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഇടാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ആ സ്റ്റൈലെടുത്ത് അപ്ലൈ ചെയ്താൽ മതി. എപ്പോഴും എന്ത് ചെയ്യണ്ട, ഓരോന്നായിട്ട് കൊടുക്കണ്ട. ഇപ്പം ഞാനിപ്പോൾ ഇതിന് ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, അലൈൻമെൻറ്റ്, ജസ്റ്റിഫൈ ഇങ്ങനെയൊക്കെ കൊടുക്കണ്ട. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഒരു സ്റ്റൈലിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റൈൽ ക്ലിക്ക് ചെയ്താൽ മതി, അത് കംപ്ലീറ്റ് ഇവിടെ ആവും, ക്ലിയർലി അത് കംപ്ലീറ്റ് ഇവിടെ അപ്ലൈ ആവും. അപ്പോൾ അതാണ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർമാറ്റുകൾ റെക്കോർഡ് ചെയ്ത് വെക്കും, ഫോർമാറ്റുകൾ എന്ത് ചെയ്ത് വെക്കും,
ഒരിടത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ആ ഫോർമാറ്റ് നമുക്ക് എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്യണമെങ്കിൽ ആ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്താൽ മതി, ആ ഫോർമാറ്റ് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിലവിൽ കുറേ ഫോർമാറ്റുകൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർമാറ്റുകൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റൈലുകൾ ഇവിടെ ഉണ്ട്. അതിലൊന്നാണ് നോർമൽ ഡിഫോൾട്ട് സ്റ്റൈലാണ് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. നമ്മൾ ഡിഫോൾട്ടായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ടുള്ള ഫോർമാറ്റാണ് ഇവിടെ ഉള്ളത്, നോർമൽ സ്റ്റൈലിലുള്ളത്. സോ നോർമൽ സ്റ്റൈൽ കണ്ടെയ്ൻ ഫോണ്ട് ഏത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കാലിബറി ബോഡി. നോർമൽ സ്റ്റൈൽ കണ്ടെയ്ൻ ഫോണ്ട് സൈസ് 11 നോർമൽ സ്റ്റൈൽ കണ്ടെയ്ൻ ഫോണ്ട് സ്റ്റൈല് റെഗുലറാണ്. നോർമൽ സ്റ്റൈൽ കണ്ടെയ്ൻ ഫോണ്ട് കളറ് ഓട്ടോമാറ്റിക് ആണ്. ക്ലിയർ അല്ലേ? നോർമൽ സ്റ്റൈൽ കണ്ടെയ്ൻ അണ്ടർലൈൻ സ്റ്റൈൽ നണ്ണാണ്. നോർമൽ സ്റ്റൈൽ കണ്ടെയ്ൻ അലൈൻമെൻറ്റ് ലെഫ്റ്റ് ആണ്. നോർമൽ സ്റ്റൈൽ കണ്ടെയ്ൻ പാരഗ്രാഫ് സ്പേസിങ് ആഫ്റ്റർ 10 പോയിൻ്റ് ആണ്. അപ്പോൾ ഇത് നോർമലാണ്. നോർമൽ എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ടാണ്. ഡിഫോൾട്ട് സ്റ്റൈൽ നോർമലാണ്. നോർമൽ സ്റ്റൈലിന് ഷോർട്ട് കട്ട് കീ ഉണ്ട്, മറന്നുപോലെ. നോർമൽ സ്റ്റൈലിൻ്റെ ഷോർട്ട് കട്ട് കീയാണ് Ctrl+Shift+N എന്ന് പറയുന്നത്. ഓർമ്മിക്കുക, Ctrl+Shift+N ആണ് നോർമൽ സ്റ്റൈലിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. ഓർമ്മിച്ചിരിക്കുക. റിമൂവ് പാരഗ്രാഫ് ഫോർമാറ്റ് Ctrl+Q ആണ്. ഓർമ്മിച്ചിരിക്കുക. റിമൂവ് പാരഗ്രാഫ് ഫോർമാറ്റ് Ctrl+Q ആണ് ഷോർട്ട് കട്ട് കീ. അത് ഓർമ്മിച്ചുകൊണ്ട് റിമൂവ് പാരഗ്രാഫ് ഫോർമാറ്റ് എന്നൊരു ചോദ്യം വന്നാൽ ആൻസർ Ctrl+Q ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ, ഇവിടുത്തെ ഇതെന്ന് പറയുന്നത് എന്താണ്, നോർമൽ സ്റ്റൈലിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+Shift+N ആണെന്ന് പഠിക്കുക. നോർമൽ സ്റ്റൈലിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+Shift+N ആണ്. ഇപ്പം ഞാൻ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ. ഇപ്പം നിലവിൽ എന്തല്ല, നോർമൽ സ്റ്റൈലല്ല. ഞാൻ Ctrl+Shift+N കൊടുത്തു, എന്തായി മാറി? നോർമൽ സ്റ്റൈലായിട്ട് മാറി. ഇപ്പം നോർമൽ സ്റ്റൈലാണ്. ക്ലിയർലി? അപ്പോൾ നോർമൽ സ്റ്റൈൽ, അതാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ടോട്ടൽ 4096 സ്റ്റൈലുകളാണ് നമുക്ക് പഠിക്കാൻ ഉള്ളത് എന്നുള്ളത് അവിടെ ഓർമ്മിച്ചിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ പറഞ്ഞത്. ഓക്കെ അല്ലേ?